ഫാത്തിമ, ഫാത്തിമോ, ഇവിടെ ആരും ഇല്ലേ? ആരാ നിങ്ങൾ ഇതിനെ പറിക്കാത്ത വന്നേ? അല്ല, പുറത്തു നോക്കിയപ്പോ ആരെയും കണ്ടില്ല, അതാ അകത്തേക്ക് വന്നത്. മോക്ക് ഈ റപ്പായി മാപ്പിളെ മനസ്സിലായില്ലേ? ജനിച്ചത് ഈ നാട്ടിലല്ലെങ്കിലും ഈ നാട്ടിൽ വന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 10-15 പലിശ റപ്പായി എന്ന് പറഞ്ഞാലേ നാട്ടുകാരറിയൂ. ആ, ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കൊച്ചിന് കാര്യം പിടികിട്ടി. അല്ല, ഉമ്മ എവിടെ? ഉമ്മ പുറത്തു പോയേക്കുവാ, ഇപ്പൊ വരും. ഉമ്മ വേറൊന്നും പറഞ്ഞില്ലായിരുന്നു? ഞങ്ങൾ തമ്മിലെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്. അയ്യോ, മോള് തെറ്റിദ്ധരിക്കണ്ട, ഇത് പണത്തിന്റെയാ. സഫിയയുടെ പുയ്യാപ്പിളയ്ക്ക് ആക്സിഡന്റ് പറ്റിയപ്പോ വാങ്ങിയ കാശ 50,000. ഇപ്പോ പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും ചേർന്ന് കാശൊന്ന് കൂടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്റെ കഷ്ടകാലം, അല്ലാതെ എന്ത് പറയാനാ? അതിൽ പകുതിയിലേറെ തിരിച്ചു തന്നില്ലേ റപ്പായി മാപ്പിളെ? ഇനി 15,000 രൂപയെ തരാനുള്ളതാണല്ലോ നൗഫൽ പറഞ്ഞത്. എവിടെന്ന്? ആര് തന്നു? ദേ, കർത്താവിന് നിരക്കാത്തത് പറയരുത്. ചത്തുപോയ നിങ്ങളുടെ മോൻ ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുകയായിരുന്നു. ഒറ്റ കാശവൻ തന്നിട്ടില്ല. അതിനിടയ്ക്കല്ലയോ ഞാറക്കലെ പെണ്ണിനെയും കൊണ്ട് അവൻ ഒളിച്ചോടിയത്. അതോടെ സൂപ്പർ മാർക്കറ്റിലെ പണിയും പോയി. പിന്നെ അവൻ എവിടെ നിന്നെടുത്ത് തരാനാ? ഇങ്ങനെ കള്ളം പറയല്ലേ റപ്പായി മാപ്പിളെ? എന്റെ മോൻ കാശ് തന്നെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. വിശ്വാസമല്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. ഉണ്ടോ? ദേ, നിങ്ങൾ ഒപ്പിട്ട് തന്ന ചെക്ക് മുദ്രപത്രം എന്റെ കയ്യിലിരിപ്പുണ്ട്. ഓർമ്മ വേണം. രൂപ 85,000 ഇപ്പൊ തരാനുള്ളത്. എന്റെ പടച്ചോനെ, 85,000 രൂപയോ? റപ്പായി മാപ്പിളെ, ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയല്ലേ, പടച്ചോൻ പൊറുക്കത്തില്ല. അത് ഞാനങ്ങ് സഹിച്ചു. ഏ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 2 ദിവസം കഴിഞ്ഞ് ഞാനിങ്ങ് വരും. അപ്പോ എന്റെ പണവും പലിശ എനിക്ക് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. റപ്പായി മാപ്പിളയുടെ തടിമില്ലേ ഒരു വേക്കൻസി ഉണ്ട്, മോള് പോരുന്നോ? നല്ല ശമ്പളം തരാം. ഇറങ്ങി പോടോ, അയാളൊരു വേക്കൻസി കൊണ്ട് വന്നേക്കുന്നു. റപ്പായി മാപ്പിളെ, തന്നു തീർത്ത പണത്തിന്റെ ബാക്കി എത്രയാന്ന് പറഞ്ഞാ എങ്ങനെയെങ്കിലും ഞാനത് തരാം. പക്ഷെ എനിക്ക് കുറച്ച് സമയം തരണം. അല്ലാതെ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തരുത്. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ മാത്രമേ ഈ പൊരയിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ റപ്പായി മാപ്പിള ഇങ്ങോട്ട് വന്നത്. ഈ റപ്പായി മാപ്പിള ഒരിടത്ത് കയറിയ മുതലും പലിശയും കൂട്ടുപലിശയും കൊണ്ടേ തിരിച്ചിറങ്ങും. 2 ദിവസം. അതിനിടയ്ക്ക് കാശ് റെഡിയാക്കി വെക്കണം, അല്ലെങ്കിലേ റപ്പായി മാപ്പിള ഇവിടെ അങ്ങ് ഇരിക്കും. അപ്പോഴേ ഇപ്പൊ ഈ മാപ്പിള പോവുക. മിക്കവാറും കാശും പലിശയും മുതലാവും. നമ്മളിനി എന്ത് ചെയ്യും മോളെ? എന്റെ മോനുണ്ടായിരുന്നപ്പോ ഈ വീടിന്റെ മുറ്റത്ത് കാല് കുത്താൻ ധൈര്യം ഇല്ലാത്തവനായിരുന്നു ഈ റപ്പായി മാപ്പിള. ഇപ്പൊ വന്നത് കണ്ടില്ലേ? ഇനി ഇതുപോലെ നമ്മളെ ശല്യപ്പെടുത്താൻ ഓരോ പേരും പറഞ്ഞ് ഓരോരുത്തർ വരും. എന്റെ മോന്റെ വില നമ്മൾ അറിയാൻ പോകുന്നത് ഇനിയാ മോളെ. ഉമ്മ, ഒരേലാണെങ്കിൽ അരി സാധനങ്ങളൊന്നുമില്ല. നമുക്ക് മാലതിയമ്മയോട് കുറച്ച് പണം ചോദിച്ചാലോ? വേണ്ട മോളെ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അവരാരും അറിയണ്ട. നൗഫല് കാരണം അവർക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു. ഇങ്ങനെ പട്ടിണി കിടന്ന് ചാവാനായിരിക്കും നമ്മുടെ വിധി. മനുഷ്യരെ തമ്മി കൊല്ലിക്കാൻ എല്ലാവരും വരും, പള്ളിയും സമുദായവും മതവും എല്ലാം. പക്ഷേ ഒരു കുടുംബത്ത് പട്ടിണി വന്നാ സഹായിക്കാൻ ഒരാളും ഉണ്ടാവില്ല. സാരമില്ല ഉമ്മ, ഞാൻ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കാം. എന്റെ ഉമ്മയെ ഞാൻ നോക്കിക്കോളാം, ഞാൻ നോക്കിക്കോളാം ഉമ്മ. മോളെ, എന്റെ പൊന്നു മോളെ. കേട്ടതൊക്കെ ശരി തന്നെയാ ഏട്ടത്തി. ഞാൻ അന്വേഷിച്ചു. ബോധം കെട്ടുവീണ ഏട്ടനെ പരിചരിച്ചതും വസ്ത്രം മാറിയതൊക്കെ അവര് തന്നെയാ. നാണമില്ലേ ആ സ്ത്രീക്ക്? വേറൊരു സ്ത്രീയുടെ ഭർത്താവിന്റെ വസ്ത്രം മാറാനും പരിചരിക്കാനും അവർക്കെന്താ അവകാശം? ബോധം കെട്ട് വീണപ്പോ ലേഖ അറിയിക്കായിരുന്നില്ലേ? അല്ലെങ്കിൽ വിജയേട്ടനെ വിളിച്ചിരുന്നെങ്കിൽ ചെന്നെടുത്തോണ്ട് പോരത്തില്ലായിരുന്നോ? ഇതിപ്പോ ഒരുമാതിരി. ഞാൻ
വിളിച്ചപ്പോ ജേട്ടൻ അവിടുന്ന് പോന്നു അന്തം പറഞ്ഞത്. അല്ല, ഏട്ടത്തി വിളിക്കുമ്പോൾ ഏട്ടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ പറയാൻ ഏട്ടൻ തന്നെയാവും പറഞ്ഞത്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്നൊക്കെ. സ്ഥാനം കൊണ്ട് ലേഖ എന്റെ ഏട്ടത്തിയാ. പക്ഷെ ഈ വീട്ടിൽ ആദ്യം വന്നു കയറിയ പെണ്ണ് ഞാൻ തന്നെയാ. അതുകൊണ്ട് പറയുക, ഇതിങ്ങനെ വിട്ടുകൊടുത്താ പിന്നെ ഒരിക്കലും അവര് പിരിയത്തില്ല. ലേഖയ്ക്കൊരു രണ്ടാം ഭാര്യയുടെ സ്ഥാനം പോലും ഉണ്ടാവത്തില്ല. ബന്ധം പിരിഞ്ഞിട്ടും ഏട്ടൻ കെട്ടിയ താലി എന്തിനാ അവരിപ്പോഴും കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നത്? ഏട്ടൻ സമ്മതിക്കാതെ അവരത് ചെയ്യുമെന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അതിങ്ങ് തിരിച്ചു വാങ്ങണം ലേഖ. ആ ഏട്ടത്തി, ആരെയാ ഇപ്പൊ വിളിക്കുന്നേ? അരുന്ധതിയെ, അവളോട് എനിക്ക് 2 വാക്ക് സംസാരിക്കണം. എന്റെ ഏട്ടത്തി നോക്ക്, ഞാൻ പറയുന്ന കേക്ക്. ഇതൊന്നും സംസാരിക്കേണ്ടത് ഫോണിലല്ല, ഏട്ടത്തി ചെന്ന് നേരിട്ടാ സംസാരിക്കേണ്ടത്, അല്ലേ? അത് ശരിയാ. അതാണ്. അവിടെ ഞാറക്കില് പോയി അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കണം. അതാണ് വേണ്ടത്. വിശ്രമവേളകൾ ആനന്ദകരമാക്കാനുള്ള പരിശ്രമത്തിലാണോ? എന്താ സംശയം? ലേഖയെ പോലെയുള്ള അതിഥികൾ വരുമ്പോ മോശാവാൻ പാടില്ലല്ലോ. അല്ല, ലേഖ എന്താ ഒറ്റയ്ക്ക് ഈ വഴി? ഞാൻ നിനക്കൊരു സമ്മാനം തരാൻ വന്നതാ. ദാ ഇത് വച്ചോ. ഇതിവിടത്തെയാ. എന്താ ഇത്? ഇന്നലെ ജയേട്ടനെ നീ അണിയിച്ചു വിട്ട ഉടുപ്പും മുണ്ടുവാ. ഇത് തിരിച്ചു തരാനാ ഞാൻ വന്നത്. ഓ, അത് ശരി. ഞാൻ തന്നതെല്ലാം നീ തിരിച്ചു തരൂ? അതിന് ലേഖ കൊണ്ട് പറ്റില്ല, എത്ര ശ്രമിച്ചാലും. നീ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പക്ഷെ ഇനി നീ എത്രമേൽ ആഗ്രഹിച്ചാലും അത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഒരിക്കലും അരുന്ധതിക്ക് ജയേട്ടനെ തിരികെ കിട്ടില്ല. ജയേട്ടന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഇറങ്ങി പോവുകയില്ല. ഭയമുണ്ടോ? ഇത് രണ്ടും ഞാൻ ഒരിക്കലും ലേഖയോട് ആവശ്യപ്പെടില്ല. പോരെ? ഇത് നിന്റെ വെറും വാക്കാണെന്ന് എനിക്കറിയാം. എന്നാലും തൽക്കാലം ഞാൻ ഇതങ്ങ് വിശ്വസിക്കുക. നീ നിന്റെ മക്കളെയും ആ ജോലിക്കാരെയും ഉപയോഗിച്ച് നടത്തിയ തറവേലകളൊന്നും ഇനി കളിക്കരുത്. മാത്രമല്ല, ജയേട്ടൻ ഇനി ഒരിക്കലും നിന്നെ തേടി വരരുത്. അത് നീ എനിക്ക് ഉറപ്പു തരണം. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇനിയും തുടർന്ന പിന്നെ ഞാൻ സംസാരിക്കുന്നത് ഇതുപോലെ ആയിരിക്കില്ല. ഓർത്തോ? ദാ പിടിക്ക്. ജയേട്ടന്റെ അവകാശം ഇപ്പൊ ഞാനാ, അത് മറക്കരുത്. വരട്ടെ. നിൽക്ക്. ജയേട്ടന്റെ അവകാശം ഇപ്പൊ ലേഖയ്ക്കാണ്. എനിക്കതിലൊരു സംശയവുമില്ല. പക്ഷെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ലേഖ, ഒരു സ്ത്രീ പുരുഷന് നൽകുന്ന സ്നേഹം കളങ്കമറ്റതാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് അവളെ പറിച്ചു മാറ്റിക്കളയാൻ ഒരു ശക്തിക്കും കഴിയില്ല. ജയേട്ടൻ എന്നെ ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്ന് എന്നേക്കാൾ നല്ലതുപോലെ ഇപ്പൊ ലേഖയ്ക്കറിയാം. ഈ നിമിഷത്തിലും എന്റെ ജയേട്ടനെ തിരികെ വേണമെന്ന് മനസ്സുകൊണ്ട് ഞാനൊന്ന് വിചാരിച്ചാൽ ജയേട്ടനും മക്കളും എന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ അരുന്ധതി ലേഖയ്ക്ക് ദാനമായി തന്നതാണ് ജയേട്ടനെ. ഞാനായിട്ടത് തിരിച്ചെടുക്കില്ല. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ബാധ്യത ലേഖയ്ക്കാണ്. പിന്നെ ഇന്നലെ സംഭവിച്ചത് അതെന്റെ തെറ്റല്ല. ഞാൻ പറഞ്ഞിട്ടല്ല
ജയേട്ടൻ എന്നെ മറക്കേണ്ടത് ലേഖയുടെ സ്നേഹം കൊണ്ടാവണം. എങ്കിൽ ജയേട്ടൻ എന്നും ലേഖയുടെ കൂടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ എപ്പ വേണമെങ്കിലും അത് നഷ്ടപ്പെടാം. പക്ഷെ അതിന് ഉത്തരവാദി ഞാനായിരിക്കില്ല. ജയേട്ടന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ശങ്കരാലയത്തിലേക്ക് നിലവിളക്ക് നൽകി എന്നെ സ്വീകരിച്ചത് അമ്മ. അന്ന് അമ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ മകളുടെ സ്ഥാനത്താ മോളി വീട്ടിലേക്ക് വന്നതെന്ന്. ശരിയാ, ഞാൻ പകരക്കാരിയാ. പക്ഷെ എന്റെ ജീവിതത്തിൽ ഇനി ജയേട്ടൻ മാത്രമേ ഉള്ളൂ. അമ്മ, എന്റെ അമ്മയോട് പറയുന്നത് പോലെ ഞാൻ പറയുക, ജയേട്ടൻ ഇവിടെ വരുന്നത് വിലക്കണം. ഇല്ലെങ്കിൽ എനിക്ക് എന്റെ ജീവിതം നഷ്ടപ്പെടും. എന്നെ ഉപേക്ഷിക്കില്ലേ അമ്മ, പ്ലീസ്. അമ്മാവനൊന്ന് നിന്നേ. നീയോ? നീ എന്താ ഇവിടെ? അല്ല, അമ്മാവനെന്താ പോലീസ് ജീപ്പിലൊക്കെ? ആ സുഗുണപാലൻ സാറിനോട് ചിരിച്ച് കാര്യം പറയുന്നത് കണ്ടല്ലോ. എടാ, അത് അയാൾ എന്നെ ആ വണ്ടി ഇടിച്ച കേസിന്റെ കാര്യം പറയാൻ വേണ്ടി സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചതാ. പിന്നെന്തിനാ ഇവിടെ കൊണ്ടുവിട്ടത്? അതോ, കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങേർക്ക് ഈ വഴിക്കാ പോകേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഇവിടെ വിട്ടതാ. ഒരു പ്രായമായ ആളാണല്ലോ എന്ന് വിചാരിച്ചായിരിക്കും. അതെ, എനിക്കിവിടെ അടുത്ത ഒരാളെ കാണാനുണ്ട്. ഞാൻ പോയി കണ്ടേച്ചു വരാം. എന്നാ നീ വിട്ടു, ഞാൻ താമസിക്കും. എന്നാ ശരി. ഭഗവാനെ, രക്ഷപ്പെട്ടു. ഇവനെന്തിനാ ഈ സമയത്ത് ഇവിടെ വന്നത്? ഇനി അവന് വല്ല സംശയം തോന്നി കാണുമോ? പോയില്ലേ? ദൈവമേ, കണ്ടെന്ന് തോന്നുന്നു. ഹലോ നന്ദ, എന്തു പറ്റി? വന്നോ? അതിലെന്താ തെറ്റ്? എന്റെ സ്റ്റാൻഡ് ഞാൻ അരുന്ധതിയോട് തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. അവള് ജയേട്ടനെ വിളിച്ചു പറഞ്ഞു. അതോ ജയേട്ടൻ വിളിച്ച് അന്വേഷിച്ചോ? അതെന്തോ ആവട്ടെ, പക്ഷെ അത് വേണ്ടിയിരുന്നില്ല. എനിക്കും ജയേട്ടനോട് അതേ പറയാനുള്ളൂ. നമ്മുടെ വിവാഹം കഴിഞ്ഞ് ജയേട്ടൻ അരുന്ധതിക്ക് പിന്നാലെ പോകേണ്ടിയിരുന്നില്ല. ജയേട്ടാ, അരുന്ധതിയോട് ഞാൻ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എന്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തരണമെന്ന്. ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ലേഖയോട് പറഞ്ഞതല്ലേ? എന്നിട്ടും ഒരു സംശയരോഗിയെ ഭാര്യയെ പോലെ എന്റെ പിന്നാലെ വരുന്നത് എന്തിനാ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഭർത്താവ് പഴയ ഭാര്യ അന്വേഷിച്ചു പോകുന്നത് കണ്ട് മിണ്ടാതിരിക്കണം. അതെനിക്ക് പറ്റില്ല. ജയേട്ടൻ ഇനി അവളെ കാണാൻ പോകരുത്. അതെനിക്കിഷ്ടമല്ല. ലേഖയുടെ ഇഷ്ടങ്ങൾ എന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാനൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷെ എന്റെ ജീവിതം മറ്റുള്ളവർ തട്ടിയെടുക്കുന്നത് എന്ത് വില കൊടുത്ത് ഞാൻ തടയും. അപ്പൊ എനിക്ക് സമാധാനം തരില്ലെന്ന് തീരുമാനിച്ചിറങ്ങിയതാണല്ലേ? അപ്പോ എന്റെ ജീവിതം ജയേട്ടന് പ്രശ്നമല്ലേ? ഇനിയും എന്തിനാ അവളുടെ പിന്നാലെ പോകുന്നത്? ഒരു ഭാര്യയുടെ അവകാശങ്ങൾ എനിക്ക് നൽകാൻ നിങ്ങൾക്ക് മടിയാ.
പക്ഷെ ഉപേക്ഷിച്ചു പോയവളുടെ പിന്നാലെ മണം പിടിച്ചു പോകാൻ ഒരു മടിയുമില്ല. വെറുതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ എന്റെ പിന്നാലെ വരരുത്. വരും. ഇങ്ങനെ തന്നെ മുന്നോട്ട് ജീവിക്കാനാ ഉദ്ദേശമെങ്കിൽ പിന്നാലെ തന്നെ ഞാൻ വരും. ഹലോ, അഡ്വക്കേറ്റ് ശ്രീലേഖയല്ലേ? അതെ സർ. എനിക്ക് താങ്കളെ ഒന്ന് നേരിൽ കാണണം. അതിനെന്താ, കാണാം സർ, ഞാൻ വരാം. ഓക്കെ. ACP ജേട്ടൻ, അരുതാത്തത് ചെയ്യാൻ ഇനി എന്നെ നിർബന്ധിക്കരുത്. ഒരു കൊലപാതകം തെളിയിക്കണമെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ വേണം. പോലീസ് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ താങ്കളെ പോലുള്ള ഒരാൾ അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ വക്കീലെ? തെളിവുകൾ നശിപ്പിച്ചെന്നോ? ഞാനോ? താങ്കൾക്കത് കണ്ടുപിടിക്കാൻ കഴിയാത്തതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വക്കീലെ, ആ കത്തി നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. ഫോറൻസിക് സർജൻ ഡോക്ടർ ജാനകി കൃത്യസമയത്ത് ഇവരെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് സർ ഈ വക്കീൽ നമ്മളെ കബളിപ്പിച്ചത്. സത്യത്തിൽ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് അവരെയാണ്. സർ, യഥാർത്ഥത്തിൽ ആ തെളിവുകൾ എന്റെ ഭർത്താവിനെ രക്ഷിക്കാനല്ലേ ഉപകരിക്കൂ? പിന്നെ ഞാനത് നശിപ്പിക്കൂ? നശിപ്പിക്കില്ല, പക്ഷേ അതിലെ വിരൽപ്പാടുകൾ പോയാൽ ആ തെളിവങ്ങ് നശിക്കില്ലേ? നിങ്ങൾക്ക് സ്വന്തം ഭർത്താവിനെ എളുപ്പത്തിൽ രക്ഷിക്കാൻ കഴിയും അല്ലേ വക്കീലെ? ആ, അവിടെ നിൽക്കട്ടെ. ഈ ജയകൃഷ്ണനും SI സുഗുണപാലനും തമ്മിൽ വിരോധമുണ്ടാവാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? അറിയില്ല സർ, ഇല്ലെന്നാ ജേട്ടൻ പറഞ്ഞത്. വക്കീലെ, നൗഫൽ കൊല്ലപ്പെട്ട ദിവസം, അതായത് സംഭവം നടക്കുന്നതിന് കൃത്യം 1 മണിക്കൂർ മുമ്പ് 3 വാഹനങ്ങൾ അവിടേക്ക് കടന്നുപോയിട്ടുണ്ട്. സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നതിന് 1.5 കിലോമീറ്റർ മുമ്പ് മെയിൻ റോഡിൽ നിന്നും തിരിയുന്ന വളവിനപ്പുറം ഒരു ചെറിയ കലുങ്കുണ്ട്. അതിനടുത്തുള്ള ഒരു വീട്ടിലെ സെക്യൂരിറ്റി ക്യാമറയിൽ ഈ 3 വാഹനങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. അതിൽ 2 ബൈക്കുകളായിരുന്നു സർ. അതിൽ ഒന്നിൽ പോയത് നൗഫൽ തന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ ബൈക്കിൽ പോയ ആൾ ഹെൽമറ്റും ഓവർകോട്ടും ധരിച്ചിട്ടുണ്ട്. അതുപോലെ ബൈക്കിൻ്റെത് ഒരു ഫേക്ക് നമ്പറായിരുന്നു. ഒരുപക്ഷെ അയാളായിരിക്കണം യഥാർത്ഥ കൊലയാളി. അപ്പോ മൂന്നാമത്തെ വാഹനം? അതൊരു പോലീസ് ജീപ്പായിരുന്നു. അത് ആരായിരുന്നു സർ? വക്കീലെ, ഞാൻ ശരിയായ ട്രാക്കിൽ തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. വ്യക്തമായ സൂചനകളിലേക്ക് തന്നെയാണ് പോലീസ് നീങ്ങുന്നത്. ഇവിടെ പോലീസിനെ സഹായിക്കേണ്ടത് ഇനി വക്കീലാണ്. ആ കത്തി അത് വക്കീലിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. അത് പോലീസിന് കൈമാറണം. അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. അപ്പോ കാണാം. സുഗുണപാലൻ മദ്യപിക്കും. വല്ലപ്പോഴും. എന്താ സാർ? ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ വെറുതെ സാർ ചോദിക്കത്തില്ല, അതെനിക്കറിയാം. കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. പക്ഷേ എനിക്ക് ഇപ്പോൾ ഉത്തരം വേണ്ടത് വേറൊരു ചോദ്യത്തിന്. നൗഫൽ കൊല്ലപ്പെട്ട രാത്രി നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നു? ഇല്ല സാർ. പിന്നെന്തിനാ നിങ്ങൾ അന്ന് രാത്രി അവിടേക്ക് പോയത്? അതും നിങ്ങളുടെ ഒഫീഷ്യൽ വാഹനത്തിൽ. കള്ളം പറയരുത്. അന്ന് രാത്രി നിങ്ങൾ ആ സ്ഥലത്തേക്ക് പോകുന്ന വിഷ്വൽസ് എൻ്റെ കയ്യിലുണ്ട്. പറയേ, അന്ന് നിങ്ങൾ എവിടേക്കാ പോയത്? സാർ, വേറൊരു കേസിലെ പ്രതിയെ അന്വേഷിച്ച് പോയതാ. കേസ് ഡയറിയിൽ ഞാനത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ തന്നെ എഴുതുന്നല്ലേ. അപ്പൊ പിന്നെ അതിൽ നമുക്ക് നേരും നുണയൊക്കെ എഴുതാം അല്ലേ? ഞാൻ നുണ എഴുതാറില്ല സാർ. ഓക്കെ. വേറൊരു കാര്യം, ഈ കുടമൻ പിള്ളയുമായി നിങ്ങൾക്ക് എന്താ ബന്ധം? ഏയ്, എന്ത് ബന്ധം? സാറെന്താ എന്നെ കളിയാക്കുവാണോ? അങ്ങനെ തോന്നിയോ?
സാരമില്ല. പക്ഷെ സംശയിക്കപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങളിൽ ഈ കേസിൽ നിങ്ങളുണ്ട്. ചോദിക്കേണ്ടത് ചോദിച്ചേ പറ്റൂ സൂണപാലൻ. ഇപ്പൊ പൊക്കോളൂ. സർ